السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات. ഏറ്റവും സ്നേഹവും ആദരവും നിറഞ്ഞ സാദാത്യങ്ങളെ, ഉസ്താദുമാരെ, പരിശുദ്ധമായ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ മാഹിരീസ് അസോസിയേഷൻ്റെ കീഴിൽ നടക്കുന്ന റബീഉൽ ക്യാമ്പയിനിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നബിദിനാഘോഷത്തിൻ്റെ ഭാഗമായി വിശ്വാസികൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും നബിയോടുള്ള സ്നേഹ പ്രകടനത്തിൻ്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ ജന്മദിനത്തിൽ സന്തോഷിക്കാൻ സാധിക്കുകയുള്ളൂ. സ്നേഹപ്രകടനത്തിന് ഇസ്ലാം പ്രത്യേക അതിർവരമ്പുകൾ നിശ്ചയിച്ചിട്ടില്ല. ഇസ്ലാം അംഗീകരിക്കുന്ന രൂപത്തിലാകണം എന്നൊരൊറ്റ നിയമം മാത്രമേ അതിനുള്ളൂ. സ്വഹാബികൾ പലരും പല രൂപത്തിൽ മുത്തുനബിയെ സ്നേഹിക്കുകയും അത് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ അല്ലാഹുവിൻ്റെ റസൂലിനെ പൂർണ്ണമായും പിൻപറ്റണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നബിയെ അങ്ങ് പറയുക, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പിന്തുടരുക. എങ്കിൽ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും ചെയ്യുന്നതാണ്. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ് എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല, മഹാനായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഖ്തലത ഹുബ്ബി ബിഖൽബി അബ്ദിൻ ഇല്ലാ ഹറമല്ലാഹു ജസദഹു അലന്നാർ. എന്നോടുള്ള സ്നേഹം, പ്രേമം ഒരടിമയുടെ ഹൃദയത്തിലും കലർന്നിട്ടില്ല, അവൻ്റെ ശരീരത്തിന് അല്ലാഹു നരകം നിഷിദ്ധമാക്കിയിട്ടല്ലാതെ. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. അത് പല രൂപത്തിലും നമ്മളെന്താവും സ്നേഹിക്കും. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പേരിലുള്ള മൗലിദ് ഓതിയും അതുപോലെ തന്നെ അതിനുവേണ്ടി സമയം ചെലവഴിച്ചും സ്വതക്കുകൾ നൽകിയൊക്കെ നമ്മൾ അല്ലാഹുവിൻ്റെ റസൂലിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മൻ അൻഫഖ ദിർഹമൻ അലാ ഖിറാഅത്തി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന റഫീഖി ഫിൽ ജന്ന. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദിന് വേണ്ടി 1 ദിർഹം ചെലവഴിച്ചാൽ അവൻ സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരനാകുന്നതാണ് എന്ന് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മൻ അഅ്ളമ മൗലിദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖദ് അഹ്യൽ ഇസ്ലാം. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദിനെ ബഹുമാനിച്ചാൽ അവൻ ഇസ്ലാമിനെ ജീവിപ്പിച്ചിരിക്കുന്നു എന്ന് മഹാനായ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിൻ്റെ റസൂലിനോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണ് മൗലിദ് പാരായണം ചെയ്യലും അതുപോലെ അങ്ങനെയുള്ള സദസ്സുകൾ സംഘടിപ്പിക്കലും അതുപോലെ അതിനുവേണ്ടി പണവും മറ്റൊക്കെ ചെലവഴിക്കുകയും ചെയ്യുക എന്നുള്ളത്. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മൻ അൻഫഖ ദിർഹമൻ അലാ ഖിറാഅത്തി മൗലിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫകഅന്നമാ ശഹിദ ഗസ്വത ബദ്രി വഹുനൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് പാരായണത്തിന് വേണ്ടി 1 ദിർഹം ചെലവഴിക്കുന്നവൻ ബദർ, ഹുനൈൻ യുദ്ധത്തിൽ പങ്കെടുത്തവനെ പോലെയാണ് എന്ന് മഹാനായ സയ്യിദുന ഉമർ ബിൻ ഖത്താബ്
റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല മഹാനായ സയ്യിദുന അലി റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ അല്ലമ മൗലിദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വകാന സബബൻ ലിഖിറാഅതിഹി ലാ യഖ്റുജു മിനദ് ദുനിയാ ഇല്ലാ ബിൽ ഈമാനി വയദ്ഖുലുൽ ജന്നത ബിഗൈരി ഹിസാബ്. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദിനെ ബഹുമാനിക്കുകയും മൗലിദ് പാരായണത്തിന് കാരണക്കാരനാവുകയും ചെയ്താൽ അവൻ ഈമാനോടെയല്ലാതെ ദുനിയാവിൽ നിന്ന് യാത്രയാവില്ല. മാത്രമല്ല ഈ വിചാരണ കൂടാതെ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് മഹാനായ സയ്യിദുന അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. മാത്രമല്ല മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉഹുദ് മലയോളം സ്വർണം എനിക്കുണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് പാരായണത്തിന് വേണ്ടി ചെലവഴിക്കുമായിരുന്നു എന്ന് മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു. മാത്രമല്ല മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൻ ഹളറ മൗലിദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅല്ലമ ഖദറഹു ഫഖദ് ഫാസ ബിൽ ഈമാൻ. ഒരാൾ മൗലിദിൻ്റെ സദസ്സിൽ പങ്കെടുക്കുകയും അതിൻ്റെ സ്ഥാനത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്താൽ അവൻ ഈമാൻ കൊണ്ട് വിജയിച്ചിരിക്കുന്നു എന്ന് മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇങ്ങനെ ഒരുപാട് ആയത്തുകളും ഹദീസുകളും മഹാനായ മുത്തുനബിയുടെ പേരിലുള്ള മൗലിദിനും അതുപോലെ തന്നെ അവിടുത്തെ സ്നേഹപ്രകടനത്തിന് വേണ്ടിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിനെ യഥാർത്ഥമായി സ്നേഹിക്കുവാനും അവിടുത്തെ പാത പിൻപറ്റുവാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ശഫാഅത്ത് നമുക്കെല്ലാവർക്കും നൽകി അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ട് ലോകത്തും അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ മൗലിദ് പാരായണം ചെയ്യുകയും അത് സംഘടിപ്പിക്കുകയും ചെയ്യണം. മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട്, മൻ ഖറഅ മൗലിദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി മൻസിലിൻ ഹഫത്തിൽ മലായികത്തു ദാലികൽ മൻസില സനതൻ കാമിലതൻ ഇലാ ദാലികൽ യൗമില്ലദീ ഖുരിഅ ഫീഹി മൗലിദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വീട്ടിൽ വെച്ച് ഒരാൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് പാരായണം ചെയ്താൽ അവിടുത്തെ പാരായണം ചെയ്താൽ അടുത്ത വർഷം അതേ ദിവസം വരെ ഒരു വർഷം പൂർണ്ണമായി മലക്കുകൾ ആ വീടിനെ ചുറ്റുന്നതാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് മുത്തുനബിയെ സ്നേഹിക്കാനും അവിടുത്തെ മൗലിദ് സംഘടിപ്പിക്കാനും അത് പാരായണം ചെയ്യാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്തി തരണമെന്ന് ബഹുമാനപ്പെട്ട ഉസ്താദുമാരോട് ഉണർത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.